അപ്പോൾ ഇന്നത്തെ സഞ്ചാരം വേറൊരു രീതിയിലാട്ടോ. ഞാൻ നീതുവിൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ വന്നേക്കുക. ഇപ്പം നാട്ടിലാണ്, ഞങ്ങൾ വന്നിരുന്നു. നല്ല ചൂടാണ്, സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. അപ്പോൾ ഇന്നത്തെ സഞ്ചാരം നമ്മൾ പോണത് കഴുതപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഫുള്ള് ഓഫ് റോഡും കാര്യങ്ങളായിട്ട്. അപ്പോൾ ഞാൻ നീതുവിൻ്റെ ആൻറ്റിമാരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇത് നീതുവിൻ്റെ പപ്പയാണ്. നമ്മൾ ന്യൂസിലൻഡിൽ എൻ്റെ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും. ഇത് ആൻറ്റിയുടെ വീടാട്ടോ. ആൻറ്റി അടുക്കളയിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുക്കിങ്ങും ഇവിടെ പൈനാപ്പിൾ ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. നീതു അവിടെ ചാരി നിൽക്കണു. നീതു ഇത് ലവ്ലി ആൻറ്റി. ഇത് അപ്പൂസ്, നീതുവിൻ്റെ ചേട്ടൻ്റെ മോള്. ഇത് എൻ്റെ ആൺകുട്ടൻ. ഇനി നീതുവിൻ്റെ ആങ്ങളയുടെ. അയ്യോ, ഇവിടെ ഫുള്ള് കരച്ചിലാണ്. ഇതെൻ്റെ ഐസമോളാണേ ഈ കരയണേ. ഇത് അഞ്ചുമ്മി, അവളുടെ അഞ്ചുമ്മി, നീതുവിന്റെ നാത്തൂൻ. ഇത് നീതുവിന്റെ ആങ്ങള, അവരുടെ രണ്ടാമത്തെ ഞങ്ങളുടെ കുഞ്ഞിപ്പെണ്ണ്. ചാച്ചന്റെ ജീപ്പ്. ഞങ്ങൾ ഇതിനകത്താണ് കഴുതപ്പാറയ്ക്ക് പോകാൻ തുടങ്ങിയത്. അതെ, യാത്ര തുടങ്ങുകയാണ്. ഞങ്ങൾ ഇത്ര ആൾക്കാരാണ് ജീപ്പിൽ കയറാൻ കേട്ടോ. എൻ്റെ വണ്ടി ഞാനിവിടെ ഒതുക്കിയിട്ടു. അപ്പൊ ഞങ്ങൾ യാത്ര തുടങ്ങി. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണ ചാച്ചൻ കയറി പോകുന്നുണ്ട്. ഒരു മരത്തിന്റെ വേരാണ് ഈ കാണുന്നത്. ഉണ്ടോ? എല്ലാവരും അതിന്റെ പുറകേക്കടെ പോകുന്നുണ്ട്. നീതു ഇവിടെ നല്ല പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ഒരു മരത്തിന്റെ വേര് ചുറ്റിപ്പടഞ്ഞത്. ഞങ്ങളുടെ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഉറങ്ങി ജീപ്പിനകത്തിരിക്കുന്നു. ഞങ്ങളുടെ വണ്ടി ഇല്ല. നിങ്ങൾക്ക് കഴുതപ്പാറയ്ക്ക് ഒരു ഓഫ് റോഡ് പോകണമെങ്കിൽ ഞാൻ ചാച്ചൻ്റെ നമ്പർ ഞാൻ ഇന്നത്തെ താഴെ മെൻഷൻ ചെയ്യും. ചാച്ചനെ വിളിച്ചാൽ മതി. കാടിൽ വന്നിട്ട് കണ്ട കാര്യമാണ് കേട്ടോ. ഇപ്പോൾ ഒരു ബീർ കുപ്പി, ഒരു പ്ലാസ്റ്റിക് ഇതല്ലേ. ഞങ്ങൾ പഴം പറിക്കാൻ പോവാട്ടോ. പഴത്തിന്റെ പേരെന്നാൻറ്റി? മുട്ടിത്തൂറി. മമ്മി പറിച്ചു കേട്ടോ മുട്ടിത്തൂറി. ഇതാണ് മുട്ടിത്തൂറിപ്പഴം. ഈ മരത്തിന്റെ അടിയിലാണ് ഇങ്ങനെ ഉണ്ടാവണം. പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടുന്ന് ചാച്ചാ മൊത്തം എത്ര വളവാ? 26 വളവ്. മൊത്തം 26 വളവുണ്ട് കഴുതപ്പാറ ചെല്ലാനായിട്ട്. 9 കിലോമീറ്റർ റോഡ്. 9 കിലോമീറ്റർ ആണ് നമുക്ക് പോകാനുള്ളത്. അത് കംപ്ലീറ്റ് ഓഫ് റോഡ്. ഇതാണ് ജോയി ചാച്ചൻ. ഞാൻ ജോയി ചാച്ചൻ്റെ നമ്പർ ഇതിനകത്ത് മെൻഷൻ ചെയ്തോളാം. ചാച്ചനെ വിളിച്ചാൽ മതി. കഴുതപ്പാറയ്ക്ക് ഓഫ് റോഡ് പോകാനായിട്ട് ചാച്ചൻ്റെ ജീപ്പായിട്ട് റെഡി ആയിട്ടിരിക്കും. ഞങ്ങളെല്ലാരും കാഴ്ച കണ്ടു. ഇതാണ് കാഴ്ച. ഇതാണ് പുന്ന എന്ന് പറഞ്ഞ കായ. ഇത് ഒരുപാട് കാട്ടുമൃഗങ്ങൾ വന്ന് ഭക്ഷിക്കണ ഒരു
ഞാൻ വന്ന് തിന്നുമ്പോ ആ സമയത്ത് അടുത്ത മരത്തിൽ ആട് വെച്ചു തിന്നും. ആടും കാട്ടാട് ആണ് ഏറ്റവും കൂടുതൽ തിന്നുന്നത്. കാട്ടാടൊക്കെ കൂടുതൽ തിന്നണ ഒരു വെള്ളം കളയല്ലേ, വെള്ളം വേണം. ഞാന് ചെന്നാലും ആൾക്കാര് പറയും, ഈ ഓട്ടോറിക്ഷക്കാര് പറയേ ജോസേട്ടനെ വഴിക്കാന്ന് കിട്ടിയതാ ഞങ്ങൾക്ക്. വീരപ്പൻ ജോസ് എന്നാ വിളിക്കണേ. ഉണ്ടായിരുന്നു. പെണ്ണുമ്പളിക്ക് അരസം വന്ന് ഇഷ്ടപ്പെട്ടില്ല. ഇത് ഞങ്ങൾ ഏറ്റവും മേളിൽ വന്ന് കണ്ടപ്പോൾ BSNL ടവർ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ കണ്ട ഒരു വ്യക്തിയാട്ടോ ഇത്. ജോസേട്ടൻ ഈ കാടിനെ അറിഞ്ഞ് ഈ കാട്ടിൽ വളർന്ന ഒരു വ്യക്തിയാ. വീരപ്പൻ ജോസ് എന്നാണ് ചാച്ചൻ എൻ്റെ അടുത്ത് പേര് പറഞ്ഞത്. വീരപ്പൻ ജോസ് എന്നാണ് ചാച്ചൻ പറഞ്ഞത്. നമുക്ക് ഇതിന്റെ കുറച്ച് വിശേഷങ്ങൾ ജോസേന്റെ അടുത്ത്. അപ്പൊ എത്ര വർഷമായി ഈ കാട് കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട്? ഞാൻ ഇവിടെ ജനിച്ചു വളർന്നുള്ള ഒരു 25 വയസ്സ് മുതൽ കാട്ടിൽ നായാട്ടും നഞ്ചുമായിട്ട് കഴിഞ്ഞു കൂടിയ ഒരാളാണ്. 25 വയസ്സ് മുതൽ. പിന്നെ 95 മുതൽ ഫോറസ്റ്റിലെ വാത്തറായിരുന്നു. അപ്പൊ ഈ 8000 ഹെക്ടർ സ്ഥലമുണ്ട് ഈ വേളൂർ റിസർവ്. 8000 ഹെക്ടർ ആ വഴി മൊത്തം ഒരേ രായും പകലും പോകും. ഇവരെല്ലാവരും ഉണ്ടല്ലോ പൈനാപ്പിൾ കഴിക്കണ കാഴ്ചയാണ് ഈ കാണുന്നത്. നീതമ്മ കഴിക്കണു, നീതമ്മ അപ്പൂസ് കഴിക്കണു, ആമി കഴിക്കണു. ലവ്ലാൻഡി ജോയിച്ചാച്ചന്റെ വൈഫാട്ടോ. ചാച്ചൻ പറഞ്ഞു എന്നോട് വണ്ടി ഓടിച്ചോളാൻ. നമ്മളിവിടെ കണ്ടൊരു പള്ളിയാണേ ഇത്, സെന്റ് മേരീസ് ചർച്ച്. ചാച്ചനോടും നമ്മുടെ ജോസേട്ടനോട് ചോദിച്ചാൽ ഇപ്പൊ പറഞ്ഞത് ആകെ 3 വീട്ടുകാരുള്ളൊരു പള്ളിയാണിത്. ഇവിടെ 40 കുടുംബക്കാരുണ്ടായിരുന്നു. വന്യമൃഗങ്ങളുടെ ശല്യം കാരണം അവരെല്ലാവരും ഇവിടുന്ന് പോയി. ഇപ്പോൾ നിലവിലുള്ളത് ആകെ വെറും 3 കുടുംബക്കാര്. അല്ല ജോസേട്ടാ, മൊത്തം 3 വീട്ടുകാര്. അത്രേ ഉള്ളൂ. ഓ, താമസം എല്ലാവരും സ്ഥിരമായിട്ടില്ല, വരവും പോക്കും. ഒരാൾ ഇവിടെ സ്ഥിരം താമസിക്കുന്ന ഒരാൾ കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് മരിച്ചും പോയി. അപ്പൊ ഇവര് കുർബാനുള്ള സമയത്ത് മനയത്തടുത്താണ് കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് വന്നത്. ചാച്ചൻ മരത്തിന് മേളിൽ കയറിയിരിക്കുക. ചാച്ചനോട് കുലുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ചാച്ചൻ എപ്പോ കുലുക്കും. കുടിച്ചിട്ട് ഇറങ്ങി പോന്നറാ. വീണു. നീതുന്റെ ആങ്ങള നെബൻ മാങ്ങ ഉറക്കൊണ്ടിരിക്കുക കേട്ടോ. ചാച്ചൻ ആ കാട്ടീന്ന് കയറി വരുന്നുണ്ട്. നമ്മളിവിടെ വെച്ച് കണ്ട ഒരു ചേട്ടനാണേ. പിള്ളേര് ചേട്ടൻ്റെ കൂടെ ചേട്ടൻ്റെ കൂടെ ഹാപ്പി ആയിട്ട് ഇവിടെ കൊക്കപ്പഴമൊക്കെ പറിച്ച് ഇരിക്കുവാണ്. ചേട്ടൻ്റെ പേരെങ്ങനെയാ? ജോബി. ചേട്ടൻ ഈ നാട്ടുകാരനാണ്. പിള്ളേര് ഹാപ്പി. അപ്പോൾ ചേട്ടൻ നമുക്ക് നല്ലൊരു പഴുത്ത കൊക്കക്കായ തന്നു. നമ്മൾ ഇനി തിരിച്ചുള്ള യാത്ര കേട്ടോ. ഇനി നമ്മൾ അവിടെ ചെന്നിട്ട് ഇതൊക്കെ കഴിക്കണേൻ്റെ ഒരു വീഡിയോയും കൂടി കാണാം. ഓക്കെ അല്ലേ? കഴിച്ചോണ്ടിരിക്കാൻ ടേസ്റ്റാന്നറിയാമോ? ഓനും കൂടി വേണം. ഒരു മാങ്ങ. ആഹാ, അടിപൊളി. ഒരു സാധനമുണ്ട്, കാട്ടുജാതി. ഇതാണ് നമ്മുടെ കാട്ടുജാതി. ഇത് കൊണ്ടുപോയാണ് നട്ട് ഇതിലേക്കാണ് ബഡ് ചെയ്ത് ഒറിജിനൽ ജാതി ആക്കുന്നത്. ഇനി കുറച്ച് വഴികൾ നടക്കാമെന്ന് ചാച്ചൻ പറഞ്ഞു. നല്ല അടിപൊളി വനം എന്ന് പറഞ്ഞാണ്ടല്ലോ, ഏത് നിമിഷവും കാട്ടുമൃഗങ്ങൾ ഈ വഴിക്കേക്കടെ ഇറങ്ങി വരാം. കൂടുതലായിട്ട് ആനകൾ വന്ന് വെള്ളം കുടിക്കുന്ന ഒരു ചാലൊക്കെ ഉണ്ട് ഇവിടെ. ചെറിയ ചാലമാണ്, എന്നാൽ പോലും ഒരുപാട് ഉപദ്രവങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളിത് ഈ ചെറു വഴിയിലൂടെ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങിക്കൊണ്ടെടുക്കുക. കുഞ്ഞിപ്പെണ്ണ് ഉറക്കം എണീറ്റിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. അവൾക്കൊന്നും മനസ്സിലാവുള്ള എന്താ സംഭവിക്കണേന്നുള്ളത്. നമ്മൾ പോണ വഴിയാട്ടോ ഇത്. എടാ, ഇവിടെ വന്നിട്ടത് നല്ലൊരു ചെറിയൊരു അരുവിതേ ഈ വഴി ഇറങ്ങി വന്നെ കേട്ടോ. നല്ല രസം അത് കാണാൻ. ചാച്ചനും ആലിയമ്മയും നെബുവും എല്ലാവരും ഞങ്ങൾ പോണത് വലിയൊരു സർപ്രൈസിലേക്കാണ്. ഈ ഒരു ഓഫ് റോഡ് കയറി ഇവിടെ വരാൻ കാരണം
അത് ഒരൊറ്റ കാരണം മാത്രം. ദേ ഈ പാറക്കെട്ടിൻ്റെ ഉള്ളിലെ ഒരു ചെറിയ നോക്കോ, നിങ്ങളായിട്ട് നോക്കോ, ദേ കണ്ടോ വെള്ളം വന്ന വരവ് കണ്ടോ. നല്ല തണുത്ത ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. പക്ഷെ ഇപ്പൊ വെള്ളം കുറവാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് കണ്ടത് വെള്ളം കുറവായിട്ട്. ഇവിടെ ഭയങ്കര വെള്ളം വന്ന സ്ഥലം കണ്ടോ. ചെരുപ്പൂരി നോക്ക തൊപ്പിടി തോട്ടപ്പുഴുവാണ്. ഇത് പറഞ്ഞു ഇവിടെ മൊത്തം ചെറിയ പുഴുക്കളുണ്ട്. അട്ട നമ്മുടെ കാലിലൊക്കെ കടിക്കണം. ഈ വെള്ളം ഈ മലമേലിക്കൂടെ വന്ന് ഒഴുകി ഇതിൽ കൂടെ പോകും. ഓഫ് റോഡിന് ഇവിടെ വന്നതുണ്ടല്ലോ, ഈ ഒരു കാഴ്ചക്ക് കൂടി വേണ്ടി മാത്രം. ഒരു ഹാപ്പി, പിള്ളേര് ഹാപ്പി, അളിയൻ ഹാപ്പി. സോറി മറ്റേ കാലം കൂടെ വേറെ കാലം മറ്റേ വെള്ളം കൂടെ. അതെ, തിരിച്ചുള്ള യാത്ര ഞങ്ങൾ വീണ്ടും ആരംഭിക്കുകയാണ്. ഞങ്ങൾ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിച്ചു. ഇവിടെ കുറേ പുഴുശല്യമുണ്ട്. നമ്മുടെ തോട്ടപ്പുഴു ചോരയൊക്കെ കുടിക്കണേ. ഐസമോള് ഹാപ്പി അല്ലേ? അടിപൊളിയല്ലേ? അപ്പോൾ അതെ, ഇനി നമുക്ക് പോകാനുള്ള വഴികൾ കാണിച്ചു തരാം. ഈ വഴിക്കക്കടെ മൊത്തം കയറണം നമുക്ക് ഫുള്ള്. ഞങ്ങളിവിടെ കഴുതപ്പാറ ഏറ്റവും മേളിൽ വന്നു. മേളിൽ വന്നത് ദേ ഈ ഒരു പള്ളിയിലാണ്. യൂദാശ്രീഹയുടെ നാമത്തിലുള്ള ഒരു പള്ളിയാണിത്. കാര്യങ്ങളൊക്കെ ആയിട്ട് ആൻറ്റി തണ്ണിമത്തങ്ങയും പിടിച്ചോണ്ട് നിൽക്കണേ ഈ കാണുന്നത്. പിന്നെ ചാച്ചൻ പറിച്ച സാധനം കേട്ടോ. അപ്പൂസ ആദ്യമായിട്ട് കഴിച്ചു. എല്ലാരും കഴിച്ചോണ്ടിരിക്കണ്ടോ. ജോസേട്ടൻ പറഞ്ഞതനുസരിച്ച് നമ്മള് മനയത്തടം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നേക്കാണ്. കഴുതപ്പാറയിൽ ഏകദേശം 3 കിലോമീറ്റർ ദൂരം. ഈ ഒരു കല്ല് കണ്ടോ, 4 കുഴി ഉണ്ടായിരുന്ന ഒരു മാടം ഉണ്ടായിരുന്നു. ആ കല്ലേല ഞാൻ ജനിച്ചത് ഇവിടെ. ഇത് നമ്മുടെ വീരപ്പൻ ജോസേട്ടൻ ജനിച്ച സ്ഥലമാണ് ഈ കാണുന്നത്. ഇത് ചാച്ചന്റെ ജീപ്പ് റെസ്റ്റിന് ഇട്ടേക്കാണ് കുറച്ച് നേരത്തേക്ക്. ഇതാണ് ചാച്ചന്റെ നമ്പർ കേട്ടോ. ചാച്ചന്റെ ജീപ്പിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് 9446929147. ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയ ചാച്ചനും നെബിനും കൂടിയിട്ടതേ പറിച്ചോണ്ട് വന്നേക്കണേയാണ്. നല്ല നാടൻ പഴുത്ത ഓ, ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങളുടെ കുഞ്ഞിപ്പെണ്ണ് കഴിക്കണ നോക്കി. നീതമ്മ നീതമ്മ ഒരു അങ്ങനെ ഇട്ടു. മമ്മി ഇവിടെ തണ്ണിമത്തൻ കഴിക്കണു. എടാ വീട്ടിൽ ചെന്ന് കഴിക്കാം, വണ്ടിയിൽ അപ്പൊ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളതേ ജോസേട്ടന്റെ കൂടെ ഉള്ള യാത്ര ഇവിടെ തീരുകയാണ്. ജോസേട്ടനെ ഞങ്ങൾ വീണ്ടും കാണും. കാരണം അത് അത്യാവശ്യമാണ്. അത് ഞാൻ ജോയിച്ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെയ്തോളാം. ജോസേട്ടൻ നല്ലൊരു നാടൻ ഒറ്റമൂലി തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ജോസേട്ടന്റെ നാട്. അത് ജോസേട്ടൻ ജനിച്ച പാറ. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നായിരുന്നു. ഇത് അനിയന്റെ വീട്. ജോസേട്ടന്റെ കുടുംബമാണ് ഇവിടെ മൊത്തം ഉള്ളത്. നമ്മൾ ഈ സ്ഥലത്തിന്റെ പേര് ജോസേട്ടാ മനയത്തടം. അതായത് കഴുതപ്പാറയിൽ എന്തോരം ഉണ്ട് ഇങ്ങോട്ടേക്ക്? 3 കിലോമീറ്റർ മേളിലോട്ട് കയറി വരുമ്പോഴാണ് ഈ മനയത്തടം എന്ന് പറഞ്ഞ സ്ഥലം വന്നത്. അപ്പൊ അതെ, നെബു ഒക്കെ മാങ്ങ പറിക്കാൻ പോയിട്ട് അവനാകെ ക്ഷീണിച്ചിട്ടിരിക്കട്ടോ. അവര് ഒരുപാട് ദൂരെ പോയിട്ടാണ് മാങ്ങ പറിച്ചത്. ഇവിടെ നോക്കിയാൽ കാണാം. പൊളി. ഇവിടെ മൊത്തം ഫുള്ള്. ഇവിടെ എന്താ പറയാ, ഇത് ഒരു കൊക്കക്കായും മാമ്പഴവും കശുവണ്ടിയും ഏക്കള ചക്കപ്പഴം, ഇഷ്ടംപോലെ ചക്കപ്പഴം കിടക്കുന്ന സ്ഥലങ്ങള്, ജാതി വേറെ ഇഷ്ടംപോലെ സ്ഥലങ്ങള്. അപ്പോ ഈ കഴുതപ്പാറ വിശേഷം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഞങ്ങൾ വീണ്ടും തിരിച്ച് അമയപ്പുറയ്ക്ക് പോവാണ്, നീതുവിന്റെ മമ്മിയുടെ വീട്ടിലോട്ട്. അപ്പൊ നമുക്ക് അവിടെ വെച്ച് കാണാം കേട്ടോ.